ഈശോയ്ക്ക് സ്തോത്രം. ഈശോപ്പ വിളിച്ചു കൂട്ടിയ ദൈവജനത്തിൻ്റെ മുൻപാകെ എന്നെ നിർത്തിയതിനായി ഞാൻ ഈശോപ്പനെ മുന്നുമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുനാൾ മുതൽ ദൈവവചനം കേട്ട് വളർന്ന് മാനസാന്തരപ്പെട്ട മാതാപിതാക്കളുടെ മകളായി ജനിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ യേശുപ്പ ആരാന്നുള്ള വ്യക്തമായ ബോധം എനിക്കുണ്ടായിരുന്നു. കുഞ്ഞുനാളിലെല്ലാം എൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പ നടത്തി തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഓരോ ദിവസം മീറ്റിങ്സിന് പോകുമ്പോൾ സമർപ്പണം എടുക്കാൻ പറയുമ്പോൾ എൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ ഞാൻ യേശുപ്പനോട് പ്രാർത്ഥിക്കുമായിരുന്നു. സ്കൂളിലെല്ലാം പോകുമ്പോൾ മറ്റുള്ള കുട്ടികൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വി ആർ ഡിഫറെൻറ്റ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നമ്മൾ യേശുപ്പയ്ക്ക് വേണ്ടി ഉള്ളവരായെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പാപത്തിലേക്ക് പോവാതെ യേശുപ്പ കാത്തു. ആ കാലങ്ങളെല്ലാം അപ്പയമ്മയും ദേവയിലോട് ഏറ്റവും ചേർന്ന സമയങ്ങളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എന്നും ദൈവമക്കൾ ദേവയിലേക്ക് വേണ്ടി വരുമായിരുന്നു. അന്നെല്ലാം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ എത്രയും വേഗം വളർന്നിട്ട് ഈശോയുടെ വേല ചെയ്യണമെന്നെല്ലാം. ആ സമയങ്ങളിലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാണ്ട് 2020 പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ആദ്യമെല്ലാം ഇതെന്താ സംഭവിക്കണമെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പയമ്മ എന്തിനാ വിഷമിച്ചിരിക്കണേന്നെല്ലാം ഞാൻ ആലോചിച്ചിരുന്നായിരുന്നു. എന്നാൽ എന്തെന്നറിഞ്ഞപ്പോൾ ഞാൻ ഇന്നു പോലും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ സിസ്റ്റേഴ്സെല്ലാം ഒരുമിച്ചിരുന്ന് കരഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, അപ്പയമ്മയും ദൈവവേല ചെയ്തതല്ലേ, ഇവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യനായിരുന്നു. യേശുപ്പയുടെ ഏറ്റവും അടുത്തിരിക്കേണ്ട സമയമായിരുന്നെങ്കിലും ഞാൻ യേശുപ്പനെ തീർത്തും മറന്നു കളഞ്ഞിരുന്നു. ഞാൻ യേശുപ്പനോട് എനിക്ക് വളരെയധികം ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാപത്തിലേക്ക് ഏറ്റവും ഇറങ്ങിപ്പോയിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്തെല്ലാം ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാണ്ട് പല വേറെ കാര്യങ്ങളിൽ യൂട്യൂബിലേക്കെല്ലാം ഞാൻ അഡിക്റ്റായി പോയിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളെല്ലാം ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം പല ലോകപരമായ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാനും അത് കേട്ടിരുന്നു. അതിലെല്ലാം ഞാൻ സന്തോഷം കണ്ടിരുന്നൊരു പാപിയാണ്. ആ സമയങ്ങളിലെല്ലാം അതുവരെ ക്രിസ്ത്യൻ സോങ്സ് മാത്രം പാടിക്കൊണ്ടിരുന്ന ഞാൻ പല ഫിലിം സോങ്സും ഇംഗ്ലീഷ് സോങ്സ് എല്ലാം കോമ്പറ്റീഷൻസെല്ലാം പാടാൻ തുടങ്ങി. സ്കൂൾ ബാൻഡിനൊക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളെല്ലാം. ആ നാളുകളിൽ ഞാൻ ഏറ്റവും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. എന്നാൽ എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട ദൈവം എന്നെ വെറുതെ വിടാൻ അനുവദിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിലേക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളെ കൊണ്ടുവന്നു. ഞാൻ അന്ന് വന്നിരുന്ന ദിവസം മുതൽ ഓരോ ദിവസം ഇവിടെ വന്നിരിക്കുമ്പോൾ യേശുപ്പയുടെ ദൈവസ്നേഹം എന്നിലും കയറിപ്പിടിച്ചു. ഓരോ ദിവസം യേശുപ്പ എന്നോട് സംസാരിക്കുന്നത് ഞാൻ അനുഭവിച്ചു. ഓരോ ദിവസം എൻ്റെ പാപങ്ങളെപ്പറ്റി ഇന്നുവരെ കരയാത്ത ഞാൻ ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഓരോ ദിവസം ഇവിടെ സാക്ഷ്യങ്ങളും വചനങ്ങളും പറയുമ്പോൾ അത് എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് എൻ്റെ പാപങ്ങളെയാണ് പറയണേന്നുള്ള വ്യക്തമായ ബോധം എനിക്ക് യേശുപ്പ തന്നു. ആ ദിവസങ്ങളെല്ലാം ഞങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങളുടെ പല കൂട്ടുകാരും എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയെന്ന്. ഞാൻ എന്താ പലരോടും പല കാര്യങ്ങളൊന്നും സംസാരിക്കാത്തതെന്നെല്ലാം ചോദിച്ചു. അവർ ചോദിച്ചു, നിനക്കെന്താ ഇതെന്നാ പറ്റിയെന്നെല്ലാം ചോദിച്ച് എന്നെ കളിയാക്കിയിരുന്നു. നീ ദൈവപുത്രിയായോ എന്നെല്ലാം ചോദിച്ച് പലരും എന്നെ കളിയാക്കിയിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ സ്കൂൾ ബാൻഡിന് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ കളിയാക്കിയിരുന്നു, ഭക്തി കൂടെയുള്ളവളാണെന്നെല്ലാം പറഞ്ഞ്. എന്നാൽ ആ സമയങ്ങളിൽ ഞാൻ വിഷമിച്ചിരുന്നപ്പോഴും യേശുപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റഡീസിൽ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് മാത്സ് വളരെ ഡിഫിക്കൽട്ടായ ഒരു സബ്ജക്റ്റാണ്. എനിക്ക് ഒട്ടും കോൺസെപ്റ്റ്സിൽ ക്ലാരിറ്റി ഒരിക്കലും ഉണ്ടാവാറില്ല. എന്നാൽ ഈ ദിവസങ്ങളെല്ലാം എൻ്റെ എക്സാമിൻ്റെ സമയങ്ങളായിരുന്നു. എനിക്ക് ഈ മാത്സ് എക്സാം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. എന്നാലും ഓരോ എക്സാം കഴിഞ്ഞ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എനിക്ക് ഓരോന്ന് യേശുപ്പ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓരോ ദിവസം ഓരോന്നായി യേശുപ്പ എനിക്ക് നടത്തി തരുന്നു. ഓരോ ദിവസം യേശുപ്പ എന്നെ പഠിപ്പിച്ചു തരുന്നു. ഞാൻ അറിയുന്നു, നിങ്ങൾ എൻ്റെ അപ്പയൊക്കെ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇതുവരെ എത്തിയെന്ന്. അതിൻ്റെ 1% പോലും കഷ്ടപ്പാട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതിനൊത്തുള്ള നന്ദിയുള്ളതിൽ ഞാൻ നിന്നിട്ടുമില്ല. എന്നാൽ ഈ നാളുകളിലെല്ലാം ഞാൻ അറിയുന്നു, യേശുപ്പ അതെല്ലാം ദാനമായി തന്നതാണ്. ഞാനൊട്ടും അർഹതയില്ലാത്തവളാണ്, പക്ഷേ യേശുപ്പ എനിക്കെല്ലാം ദാനമായി തന്നതാണെന്ന് ഞാൻ അറിയുന്നു. ഓരോ ദിവസം ഈ ദിവസങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെല്ലാം മീറ്റിങ്സിനും ബൈബിൾ ക്ലാസ്സിനെല്ലാം ക്ഷണിക്കാനുള്ള കൃപ എനിക്ക് തരുന്നു.
ഈ ദിവസങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവരുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളെല്ലാം പറയും, എന്നോട് പറയും യു ആർ വെരി ലക്കി, യു ഹാവ് സച്ച് എ ബ്ലെസ്സിങ് ഫാമിലി എന്ന്. അത് ഞാൻ അവരോട് പറയും ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് എന്ന്. ഞാൻ അറിയുന്നു എൻ്റെ ഒരു യോഗ്യത നോക്കിയിട്ടല്ല, പക്ഷേ യേശുപ്പ എന്നെ എന്നും സ്നേഹിച്ചതെന്ന്. എനിക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് യേശുപ്പയോട് ഉണ്ടായിരുന്നില്ല. എൻ്റെ ബൈബിൾ വായന പ്രാർത്ഥനയൊന്നും മര്യാദയ്ക്കായിരുന്നില്ല. പക്ഷേ ഈ നാളുകളെല്ലാം യേശുപ്പയുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ എനിക്ക് യേശുപ്പനോട് സംസാരിച്ച് യേശുപ്പ ബൈബിൾ വായിച്ച് യേശുപ്പനോട് സംസാരിക്കും ഞാൻ അറിയുന്നു. ഞാൻ തികച്ചവളായെന്നല്ല, പക്ഷേ യേശുപ്പ എന്നെ ഓരോ ദിവസം നടത്തുന്നു. ഞാൻ പലപ്പോഴും വീണു പോകുന്നവളാണ് തീരുമാനം എടുത്തിട്ടും, പക്ഷേ ഓരോ ദിവസം യേശുപ്പ എന്നോട് വീഴുന്നവരെയും താങ്ങുന്ന ദൈവം എന്നെയും താങ്ങുന്നു. ഇനിയുള്ള കാലം യേശുപ്പയുടെ വേല ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. യേശുപ്പ രണ്ടാമത് വരുമ്പോൾ കറയും കളങ്കവുമില്ലാത്തവളായി പരന്നു വരണം. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവത്തെ നാം മാത്രം മഹത്വപ്പെടാറാകട്ടെ.